മീര, എനിക്ക് ഒരു കാര്യം പറയാണ്ടായി. ഞാൻ കുറച്ചാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇതിപ്പോൾ എങ്ങനെ പറയുമെന്നാ. ഫസ്റ്റ് ടൈമാണേ. എനിക്ക് മീരനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വജസേ, ഞാൻ വീട്ടിൽ പോയപ്പോൾ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതെന്നാ പാർക്കിൽ വെച്ചിട്ട് രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഞാനാകെ ടെൻഷനായിട്ട് പൊട്ടത്തരം കാണിച്ച്. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതാ ഞാൻ പറഞ്ഞു വരുന്നേ. എനിക്കറിയാം പൊട്ടത്തരാണ്, പക്ഷെ ആമി പറഞ്ഞപ്പോൾ എനിക്കെല്ലാം ക്ലിയർ. വജസേ, ഞാൻ എൻ്റെ കസിൻ്റെ വെഡിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എൻ്റെ പാരൻസും രോഹിത്തിൻ്റെ പാരൻസും കൂടെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു. അവരോട് നോ പറയാൻ എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നില്ല. ആ റീസൺ അന്വേഷിച്ചാണ് ഞാൻ നിന്നെ വിളിച്ചേ. അപ്പോൾ നീ ഫോണും എടുത്തില്ല. മീര ഓക്കെ പറഞ്ഞോ? ശരിക്കും ഞാൻ ലേറ്റായി പോയല്ലേ? ഞാനേ സിദ്ധാർത്ഥിനെ ആമീനെയും വിളിക്കാം. എനിക്കെന്തോ ചമ്മല് പോലെ. വജസേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ തമ്മിൽ ഇനി കാണണ്ട. അതെന്താ? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? ഞാൻ വജസിൻ്റെ ലൈഫിലുള്ളിടത്തോളം വജസ് മൂണാവില്ല. ഇല്ല, ഞാൻ ഓക്കെയാണ്. അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ. അതിലേറ്റവും ഫേവറേറ്റ് നീയായിരുന്നു. നീ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയല്ല. അരികിൽ നീ നിന്ന നേരങ്ങളിൽ മൗനമായി നിന്നതെന്ത് I will miss you, Vajas. ഹൃദയം നിറഞ്ഞു ഞാൻ ചൊല്ലും മുൻപേ ദൂരെ പോയി മറഞ്ഞ